ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് ഓഫ് ആമീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു അപ്പോൾ ഞാനിവിടെ ഫിയോണ വിപ്പ് ടോപ്പിംഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓൾറെഡി മധുരമുണ്ട്. ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നത്. പക്ഷേ ഐസ്ക്രീം ആയതുകൊണ്ടും പാഷൻ ഫ്രൂട്ട് ആയതുകൊണ്ടും ഞാൻ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല സ്റ്റിഫായി വരുന്നുണ്ട്. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്നതും കൂടി ചേർത്തിട്ടൊന്ന് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യണം. 1 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഐസ്ക്രീമിൻ്റെ സ്ട്രക്ചറിൽ തന്നെ നമുക്കിത് കിട്ടും. ഇനി ഇതിപ്പോൾ ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കണം. അതിൽ കുറഞ്ഞത് ഒരു 10 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബോക്സിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഓവർനൈറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കാം. അത് ഏകദേശം 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. നല്ലൊരു ഐസ്ക്രീമിൻ്റെ സ്ട്രക്ചറിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വെറും 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഐസ്ക്രീമായത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.